ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മിനീസ് ബ്യൂട്ടി ടിപ്സ് ആൻഡ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാ വീട്ടമ്മമാർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകൾ കളക്ട് ചെയ്തുകൊണ്ടാണ്. ആ ടിപ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോയി നോക്കാം. അപ്പോൾ എന്നത്തെയും പോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്തേക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് ഓളെന്ന് കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം നമുക്കിനിയും വീഡിയോയിലേക്ക് പോകാം. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, ഇപ്പം തേങ്ങയ്ക്കൊക്കെ നല്ല വിലയുള്ള സമയമാണ്. പക്ഷെ നമ്മൾ ഈ ഒരു തേങ്ങ വാങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്നാണ് ഇത് കേടായി പോകുന്നത്. അപ്പോൾ അങ്ങനെ കേടായി പോകാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പം ഞാനിവിടെ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ പുറത്തു നിന്നൊക്കെ തേങ്ങ വാങ്ങുന്നവരാണെങ്കിലും വീട്ടിലുള്ള തേങ്ങ യൂസ് ചെയ്യുന്നവരാണെങ്കിലും നമ്മൾ ഇതുപോലെ തേങ്ങ പൊതിച്ചെടുത്തതിന് ശേഷം ഇതേപോലൊക്കെ ഒരു പ്ലാസ്റ്റിക് കവർ എടുത്തിട്ട് പ്ലാസ്റ്റിക് കവറിലാക്കി വെക്കുക. അപ്പം നമുക്ക് എത്ര തേങ്ങയാണോ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും നമ്മൾ പൊതിച്ച് ഇതുപോലൊക്കെ ഒരു പ്ലാസ്റ്റിക് കവറിനകത്താക്കി ഇതുപോലൊക്കെ ഫ്രിഡ്ജിനുള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ തേങ്ങ പെട്ടെന്ന് കേടായി പോകത്തില്ല. അതേപോലൊക്കെ തന്നെ നമുക്ക് എപ്പോഴാണോ തേങ്ങയുടെ ആവശ്യമെന്ന് വെച്ചാൽ ആ സമയത്ത് നമ്മൾ ഈ ഒരു പ്ലാസ്റ്റിക് കവറിൽ നിന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്താൽ മതി. കൂടുതലും നമ്മൾ പച്ചക്കറികളൊക്കെ വെക്കുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ വെക്കാൻ ശ്രമിക്കുക. അപ്പോൾ നമ്മുടെ തേങ്ങ കേടുകൂടാതിരിക്കും. നെക്സ്റ്റ് ടിപ്പെന്ന് പറഞ്ഞാൽ, നമ്മളൊരു തേങ്ങ പൊട്ടിച്ചെടുത്ത് കഴിഞ്ഞാൽ ഈ ഒരു കണ്ണുള്ള ഭാഗമില്ലേ, ആ ഒരു ഭാഗം നമ്മൾ ഫസ്റ്റിൽ തിരുമിയെടുക്കണം. അതല്ല എങ്കിൽ അത് കേടായി പോകും. നമ്മൾ ഈ ഒരു തേങ്ങ 2ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമാണ് പെട്ടെന്ന് കേടായി പോകുന്നത്. അപ്പം നമ്മൾ ഫസ്റ്റിൽ നമ്മൾ കറികൾക്കൊക്കെ ഉപയോഗിക്കാൻ എടുക്കുമ്പോൾ ഈ ഒരു ഭാഗം തന്നെ നമ്മൾ എടുക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ തേങ്ങ നമ്മൾ പൊട്ടിക്കുന്ന സമയത്ത് ചിലപ്പം കറക്റ്റായിട്ട് വരത്തില്ല, നടുഭാഗത്തൂടെ വരത്തില്ല, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിക്കുമ്പോൾ നല്ല രീതിയിൽ വരത്തില്ല. അങ്ങനെ വരാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ പൊട്ടിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് സമയം ഒരു 15-20 മിനിറ്റോളം നമ്മൾ തണുത്ത വെള്ളത്തിൽ ഈ തേങ്ങ ഒന്നിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ആ സെൻറ്ററിൽ കൂടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മൾ തേങ്ങയൊക്കെ പൊട്ടിച്ച് ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യത്തിന് ഉപയോഗിച്ച് കഴിഞ്ഞ് ബാക്കി ഇതുപോലൊക്കെ വരുമ്പോഴേ നമ്മൾ ഇതുപോലെ വെച്ച് കഴിയുന്നുണ്ടെങ്കിൽ ഇത്രയും വില കൊടുത്തൊക്കെ വാങ്ങിയ തേങ്ങയാണെങ്കിൽ പെട്ടെന്ന് കേടായി പോകും. അങ്ങനെ കേടായി പോവാതിരിക്കാനുള്ള ഒരു ടിപ്പാണ് ഇത്. ഫ്രിഡ്ജ് ഇല്ലാത്തവർക്ക് വേണ്ടിയിട്ട് വളരെ യൂസ്ഫുൾ ആണ്. ഫ്രിഡ്ജ് ഇല്ലാത്തവർക്കൊക്കെ ഇത് വളരെ ഉപകാരപ്രദമാണ്. നമ്മൾ ഇതുപോലൊക്കെ കുറച്ച് ഉപ്പെടുത്തതിന് ശേഷം ഇതുപോലെ തേങ്ങയ്ക്കകത്തെല്ലാം ഒന്ന് സ്പ്രെഡ് ചെയ്ത് നല്ലപോലെ ഒന്ന് പുരട്ടി ഒന്ന് ഇതുപോലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ തേങ്ങ എത്ര ദിവസമാണെങ്കിലും ഇരുന്നോളും. അത് ചെറിയ ചൂടുള്ള ഭാഗത്ത് നമ്മൾ വെച്ച് കൊടുക്കണം. അപ്പോൾ പിന്നെ എത്ര ദിവസമായാലും ഫ്രിഡ്ജിൻ്റെ ഒന്നും ആവശ്യമില്ല, ഈ തേങ്ങ കേടാകാതെ ഇരുന്നോളൂ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അതുപോലൊക്കെ തന്നെ നമ്മൾ തേങ്ങയൊക്കെ രാവിലെ ഓഫീസിൽ പോകേണ്ടവരും അതുപോലൊക്കെ തന്നെ സ്കൂളിലൊക്കെ കുട്ടികളൊക്കെ പോകേണ്ടവരുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് രാവിലെ തേങ്ങയൊക്കെ തിരുമ്മി കറിയൊക്കെ വെക്കാൻ ടൈം എടുക്കും. അങ്ങനെയുള്ള സമയങ്ങളിൽ നമ്മൾ തേങ്ങ തിരുമ്മി എടുത്തതിന് ശേഷം ഇതുപോലൊരു സിപ്ലോ കവറിലേക്ക് ആക്കിയതിന് ശേഷം നമ്മളിത് ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഫ്രിഡ്ജിനകത്തല്ല, ഫ്രീസറിൽ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിന് ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ എത്ര ദിവസം വേണമെങ്കിലും ഈ തേങ്ങ കേടാകാതെ കൊണ്ട് ഇരുന്നോളൂ. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യുക. അടുത്ത ടിപ്പ് എന്താണെന്ന് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മളെല്ലാവരും മുട്ട കഴിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണില്ലേ. പക്ഷെ നമ്മൾ എത്ര മുട്ട എങ്ങനെ പുഴുങ്ങിയാലും അത് പൊട്ടിപ്പോകാറുണ്ട്. അപ്പം മിക്കവാറും എല്ലാവരും ചെയ്യുന്നത് തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് മുട്ട ഇടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരിക്കലും നമ്മൾ ചെയ്യരുത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ മുട്ട പൊട്ടി അതിനകത്ത് വെള്ളമൊക്കെ കയറി അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറും. അത് കാരണം നമ്മൾ അങ്ങനെ മുട്ട പുഴുങ്ങാതിരിക്കുന്നതാണ് നല്ലത്. ഫസ്റ്റ് നമ്മൾ മുട്ട പുഴുങ്ങാനായിട്ട് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് നമുക്ക് ചൂടാക്കാം. പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പൂടി ഇട്ട് കൊടുക്കാം. ഫസ്റ്റിലെ നമ്മൾ വെള്ളത്തിലേക്ക് ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് ചൂടാവുന്നിടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ അതാ നമ്മൾ ഏകദേശം 1 സ്പൂണോളം ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ മുട്ടയുടെ രുചി മാറാതെ കണ്ട് വെള്ളം കയറി മറ്റേ അതിൻ്റെ രുചി മാറും. അങ്ങനെ മാറത്തില്ല. പിന്നെ നമ്മൾ എത്ര മുട്ടയാണോ പുഴുങ്ങിയെടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് നമ്മൾ സ്പൂൺ കൊണ്ട് വേണം ആ വെള്ളത്തിലേക്ക് ഇടാൻ, ഡയറക്റ്റ് നമ്മൾ ഇടരുത്. അപ്പം നമ്മൾക്ക് എത്ര മുട്ട ആവശ്യമുണ്ടോ അത്രയും നമുക്ക് ഇതുപോലൊക്കെ സ്പൂൺ കൊണ്ടൊന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഞാൻ മുട്ടയെല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഒരു ലോ ഫ്ലെയിമിൽ ഈ മുട്ട നല്ലപോലെ ഒന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ വെച്ച് കൊടുക്കണം. ലോ ഫ്ലെയിമിലെന്ന് പറഞ്ഞാൽ ഒരു തീരെ ലോ ഫ്ലെയിമിൽ നമ്മൾ വെക്കരുത്. ഏകദേശം നമുക്കൊരു മുട്ട വേവാൻ എത്ര സമയം വേണമെന്ന് മിക്കവാറും ആർക്കും അറിയത്തില്ല. നമ്മൾ ഒരു തോന്നിയ സമയം വെച്ചിട്ട് നമ്മളിത് വേവിക്കും. ഒരു 7 മിനിറ്റ്, മിനിമം ഒരു 7 മിനിറ്റാണ് നമുക്ക് ഈ ഒരു മുട്ട വേവാനായിട്ട് വേണ്ടത്. ആദ്യം നമ്മൾ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മുട്ട കറക്റ്റായിട്ട് വേവുന്നതായിരിക്കും. അതുപോലെ പൊട്ടിപ്പോകില്ല. അല്ലാതെ തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് നമ്മൾ ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ മുട്ട പൊട്ടിപ്പോയി തോടിനകത്തെല്ലാം വെള്ളം കയറി കുട്ടികളൊന്നും കഴിക്കത്തില്ല, അവർക്കത് ഇഷ്ടമല്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മുട്ട നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഉപ്പിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വിനാഗിരി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്തില്ലെങ്കിൽ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ മുട്ട കൃത്യമായിട്ട് നമുക്ക്
നമുക്ക് വെന്ത് കിട്ടും. അപ്പോൾ ഈ ഒരു ടിപ്പ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം. നെക്സ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരു ഐറ്റമാണ് ഈ ഒരു കപ്പ അല്ലെങ്കിൽ ചീനി എന്ന് പറയുന്നത് ഇല്ലേ. നമുക്ക് എല്ലാവർക്കും ചീനി ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ കുറച്ച് ചീനി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് നമ്മൾ ചീനി വേവിക്കാൻ വേണ്ടിയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. സാധാരണ നമ്മൾ ചീനിയൊക്കെ അരിഞ്ഞു കഴിഞ്ഞാൽ നല്ലപോലെ 2-3 ട്രിപ്പ് കഴുകാറുണ്ട്. അപ്പോൾ അതിൽ ആദ്യത്തെ ആ ഒരു ട്രിപ്പ് നമ്മൾ കഴുകിയതിന് ശേഷം ആ നല്ല കഞ്ഞിവെള്ളം പോലത്തെ ഒരു വെള്ളമാണ് നമുക്കിതുപോലെ കിട്ടുന്നത് ഇല്ലേ. അപ്പം നമ്മൾ സാധാരണ നമുക്ക് വെള്ളമൊക്കെ നമ്മൾ ചീനി കഴുകി കഴിഞ്ഞാൽ കളയുവാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ടിപ്പ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും ഈ ഒരു ചീനി കഴുകിയ വെള്ളം കളയരുത്. അപ്പം ഞാൻ ദാ ഇവിടെ ഫസ്റ്റിൽ ഞാൻ കഴുകാൻ പോകുന്ന ഈ ഒരു വെള്ളം ഒന്ന് നല്ലപോലെ ചീനി ഒന്ന് കഴുകിയതിന് ശേഷം ഒന്ന് മാറ്റി വെക്കുവാണ്. അപ്പോൾ ഇതാ ഞാനിവിടെ ചീനി കഴുകിയ വെള്ളം ഇവിടെ നിന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ലൊരു കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു കളറിലാണ് നമുക്ക് കിട്ടുന്നത്. ഇതിനകത്ത് കുറച്ച് സ്റ്റാർച്ചൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലപോലെ കട്ടിയിൽ നമുക്ക് ഫസ്റ്റ് ടൈം ഇതുപോലെ ചീനി കഴുകുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വെള്ളം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ടിപ്പ് തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ ഉപ്പാണ്. അപ്പം ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഉപ്പ് ഈ ഒരു വെള്ളവും കൂടെ നന്നായിട്ട് അലിയുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഷാമ്പു ആണ്. നിങ്ങളുടെ കയ്യിൽ ഏത് ഷാമ്പു ആണോ ഉള്ളതെന്ന് വെച്ചാൽ അത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അത് നമുക്കൊരു 2-3 തുള്ളി ഷാമ്പു ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഷാമ്പുവും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതും കൂടെ നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഉപ്പും ഈ ഒരു ഷാമ്പു ഈ ഒരു ചീനിയുടെ വെള്ളമെന്ന് പറഞ്ഞാൽ വളരെ നല്ലതാണ്. നമുക്ക് ക്ലീനിങ്ങിന് ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഈ ഒരു ചീനിയുടെ വെള്ളത്തിൽ ഇതിൻ്റെ ഒരു സ്റ്റാർച്ച് എന്ന് പറയുന്നത് നമ്മുടെ എത്ര കറ പിടിച്ച ബാത്റൂമും ക്ലീൻ ചെയ്യാൻ വളരെ നല്ലതാണ്. ഇനി ഇത് ചേർത്തിട്ട് ഞാനൊന്ന് ബാത്റൂം ഒന്ന് നിങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. നമുക്ക് വില കൂടിയ കെമിക്കൽ ചേർന്ന യാതൊരുവിധ ബാത്റൂം ക്ലീനറും നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ല. നമ്മൾ വെറുതെ കളയുന്ന ഈ ഒരു വെള്ളം വെച്ചിട്ട് നമുക്ക് ബാത്റൂം ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം ഞാനിനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നിങ്ങളെ ഒന്ന് ക്ലീൻ ചെയ്ത് കാണിക്കാം. അപ്പോൾ ഞാൻ ആ ഒരു സൊല്യൂഷൻ ഇവിടെ ഒരു കപ്പിലേക്ക് ആക്കിയിട്ടുണ്ട്. ഉപ്പെന്ന് പറഞ്ഞാൽ ബാക്ടീരിയ നശിക്കാൻ വളരെയധികം നല്ലതാണ്. അതുപോലെ തന്നെ ആ ചീനിയിലെ സ്റ്റാർച്ചും ആ ഒരു ചീനി വെള്ളവും ആ ഒരു ഷാമ്പൂ കൂടെ ചേരുമ്പോൾ ക്ലീനിങ്ങിന് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ മഞ്ഞ കറയൊക്കെ പിടിച്ചിരിക്കുന്ന ബാത്റൂം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് പുതുപുത്തനാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു ഞാനിവിടെ നിങ്ങൾക്ക് റിസൾട്ട് കാണിക്കാൻ വേണ്ടി ഒരു വെള്ള ക്ലോസറ്റാണ് കാണിക്കുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ അഴുക്ക് പിടിച്ചിരിപ്പുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഈ ഒരു എടുത്തു വെച്ചിരിക്കുന്ന ഈ ഒരു സൊല്യൂഷൻ നമുക്ക് ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ച് ഇതൊന്ന് ക്ലീൻ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങൾക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്ന ഒരു സൊല്യൂഷനാണ്. നമുക്ക് യാതൊരുവിധ കെമിക്കലും ചേർക്കാതെ കൊണ്ട് നമുക്ക് നാച്ചുറലായിട്ടുള്ള ഇത് ഉപയോഗിച്ചിട്ട് ഈ ഒരു ചീനി വെള്ളം എന്ന് പറഞ്ഞാൽ വളരെ എഫക്റ്റീവാണ്. അണുക്കൾ നശിക്കാനും അതുപോലെ തന്നെ ക്ലോസറ്റൊക്കെ നല്ല പുതുപുത്തനാവാനും ഒക്കെ വളരെയധികം നല്ലതാണ്. അപ്പോൾ നിങ്ങളെ ഞാനിത് കഴിയതിന് ശേഷം ഞാൻ നിങ്ങളെ റിസൾട്ട് ഒന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാനിവിടെ എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് തേച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ നിങ്ങളെ ഒന്ന് കഴുകി കാണിക്കാം.